വരുന്ന നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആദിവാസി ഗോത്രസഭാ നേതാവ് CK ജാനുവിന് UDF സീറ്റ് നൽകുകയില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. വിഷയം ഔദ്യോഗികമായിട്ട് തന്നെ KPCC ജാനുവിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാനന്തവാടി അതുപോലെ തന്നെ ബാലുശ്ശേരി മുതലായ സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആദിവാസി ഗോത്ര സഭാ നേതാവായ ജാനുവിൻ്റെ ആവശ്യം. എന്നാൽ ഇത് രണ്ടും അംഗീകരിച്ചു കൊടുക്കാൻ UDF നേതൃത്വം തയ്യാറല്ല. കാരണം കോൺഗ്രസിനകത്ത് തന്നെ സീറ്റിന് വേണ്ടിയുള്ള തമ്മിൽ തല്ല് ആരംഭിച്ചിട്ടുണ്ട്. ബാലുശ്ശേരിയിലും അതുപോലെ തന്നെ മാനന്തവാടിയിലും മത്സരിക്കാൻ വേണ്ടി മുൻമന്ത്രി ജയലക്ഷ്മി അടക്കമുള്ള നിരവധി നേതാക്കൾ കാത്തു നിൽക്കുകയാണ്. 1 ഡസനോളം നേതാക്കൾ കാത്തു നിൽക്കുകയാണ്. ഈ അവസരത്തിൽ വലിയ തമ്മിൽ തല്ലും കലഹവും ബഹളവും കോൺഗ്രസിനകത്ത് ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സീറ്റുകൾ CK ജാനുവിന് വിട്ടുകൊടുത്താൽ അത് വലിയ പ്രശ്നമായി മാറും എന്നും കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തൽക്കാലം ഇവരെ ഒഴിവാക്കാനാണ് KPCCയുടെ തീരുമാനം. നമുക്കറിയാം, ആദിവാസി ഗോത്രസഭാ നേതാവ് CK ജാനു 2016 JRP അഥവാ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്നൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. അതിനുശേഷം പല തരത്തിലുള്ള രാഷ്ട്രീയ മലക്കം മറിച്ചിലുകളും നടത്തിയിട്ടുള്ള നേതാവാണ് CK ജാനു. തുടക്കത്തിൽ അവർ NDAയുടെ കൂടെയായിരുന്നു. BJPയുടെ കൂടെ കൂടി NDAയുടെ സ്ഥാനാർത്ഥിയായി സുൽത്താൻ ബത്തേരിയിൽ മത്സരിച്ചു. അന്നവർ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി BJP നേതാക്കളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി എന്നൊരു ആരോപണവും ഇവരുടെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് ഇവർ ഒരു രാഷ്ട്രീയ മലക്കം മറിച്ചിൽ നടത്താൻ ശ്രമിച്ചത്. ആദ്യം LDFൻ്റെ കൂടെ ചേരാൻ വേണ്ടി ഒരു ശ്രമം നടത്തി, പക്ഷേ അത് വിജയിക്കുകയുണ്ടായില്ല. ശേഷം അവർ UDFിലേക്ക് എടുത്തു ചാടി. UDFിലേക്ക് ചാടിയ സമയത്ത് പലരും അവരെ പല വിധത്തിലും വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ്: നിലവിൽ ആദിവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് അത് UDF ആണ്, കോൺഗ്രസ് ആണ് എന്നതാണ്. അത് കോൺഗ്രസ് അഥവാ UDF എന്താണ് ആദിവാസികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അവർ ചെയ്തിട്ടുള്ള ഏറ്റവും മഹത്തരമായ കാര്യം എന്ന് പറയുന്നത് മുത്തങ്ങയിലെ നരനായാട്ടാണ്. മുത്തങ്ങയിലെ വെടിവെപ്പും തുടർന്നുണ്ടായ നരനായാട്ടും നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതുമായ സംഭവം. അതല്ലാതെ മറ്റൊരു വിധ ഉപകാരങ്ങളും പ്രവൃത്തികളും ആദിവാസികൾക്ക് വേണ്ടി UDF ഗവൺമെൻറ് നടത്തിയതായിട്ടുള്ള അറിവ് നമ്മുടെ മുമ്പിലില്ല. ഏതായാലും ആദിവാസികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച കക്ഷി കോൺഗ്രസ് ആണ്, മുന്നണി UDF ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ UDFൻ്റെ ഭാഗമായി മാറിയത്. ഏതായാലും നിലവിൽ അവർക്ക് സീറ്റ് നൽകുകയില്ല എന്ന് കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ JRP എന്ന് പറയുന്ന CK ജാനുവിൻ്റെ പാർട്ടി അത് UDFൻ്റെ ഒരു അസോസിയേറ്റ് ഘടകമാണ്, അസോസിയേറ്റ് പാർട്ടിയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകുകയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ അവരെ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. ആ നിരാശയിലാണ് നിലവിൽ CK ജാനു കഴിച്ചു കൂട്ടുന്നത്. ഇതേസമയം UDFൻ്റെ മറ്റൊരു അസോസിയേറ്റ് അംഗമാണ് നമ്മുടെ PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ്. PV അൻവറിന് മത്സരിക്കാൻ ബേപ്പൂരിലെ സീറ്റ് വിട്ടുകൊടുക്കും എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്, UDFും അറിയിച്ചിട്ടുണ്ട്. അൻവറാണെങ്കിൽ താൻ തന്നെയായിരിക്കും ബേപ്പൂരിലെ സ്ഥാനാർത്ഥി എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആദിവാസി ഗോത്രസഭ നേതാവായ CK ജാനുവിൻ്റെ JRP എന്ന് പറയുന്ന പാർട്ടി അൻവറിനെ അപേക്ഷിച്ച് ജനസ്വാധീനമുള്ള പാർട്ടിയാണ്, ആദിവാസികൾക്കിടയിൽ സ്വാധീനമുള്ള പാർട്ടിയാണ്. CK ജാനു വിചാരിച്ചാൽ ആദിവാസികളുടെ വോട്ട് ഒരു പരിധി വരെ ഒക്കെ സമാഹരിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും. അങ്ങനെയുള്ള ഈ JRP എന്ന് പറയുന്ന അസോസിയേറ്റ് മെമ്പറിന് യാതൊരുവിധ പരിഗണനയും കൊടുക്കാതെ അവർക്ക്
മത്സരിക്കാൻ സീറ്റ് പോലും കൊടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച് കളഞ്ഞത്. ഏതായാലും ഇനിയുള്ള സമയത്ത് CK ജാനു എന്ന് പറയുന്ന ആദിവാസി ഗോത്രസഭാ നേതാവും അവരുടെ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ അനുയായികളും എന്ത് രാഷ്ട്രീയ നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.